ഫേമസ് പീപ്പിൾസ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സീരീസിലേക്ക് എൻ്റെ ഓരോ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കഥാപാത്രമായ ആക്ഷൻ കോമഡി സ്റ്റാറായ ജാക്കി ചാനും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഫേമസ് ആയിട്ടുള്ള പല വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ജാക്കി ചാൻ്റെ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നി അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു പവർഫുള്ളായ ടെക്നിക്കാണ് ഉപയോഗിച്ചത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ഓസ്കർ ലഭിച്ച സമയത്തുള്ള ഒരു സ്പീച്ചിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ആദ്യമായി തന്നെ ആ ഒരു സ്പീച്ച് നമുക്ക് കേൾക്കാം. എന്നിട്ട് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം പറയാൻ ആഗ്രഹിക്കുന്നത്. My dad always said, son, you get so many movie award in the world. When are you get one of these? Then I just look at my dad, ha ha ha. Dad, I only make comedy action movies. Many years later, I come to Hollywood, meeting with some big studio director, my friend's house, Stallone's house. That was 23 years ago. I see these little things in his house. I touched it, I kissed it, I smelled it. I believe still have my fingerprints in. They keep it. Then I thought to myself, I really want one. After 56 years, making more than 200 films, I break so many bones. Finally, this is mine. ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഏകദേശം 25 വർഷം മുന്നേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ചോദിക്കുമായിരുന്നു ടി വിയിൽ കാണിച്ചിട്ട് ഈ ഒരു അവാർഡ് എപ്പോഴാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന്. അതായത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വെറുമൊരു കോമഡി ആക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ കോമഡി ആക്ഷൻ ചെയ്യുന്ന ഒരു ആക്ടർ മാത്രമാണ് എന്ന രീതിയിൽ പറയും. അങ്ങനെ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഓസ്കാർ കാണാനിടയായി. അതായത് സിൽവസ്റ്റർ എന്ന് പറയുന്ന റോക്കി സീരീസിൽ അഭിനയിച്ച ആ നടൻ്റെ വീട്ടിൽ അദ്ദേഹം ആ ഒരു ഓസ്കാർ പുരസ്കാരം കാണാനിടയായി. അദ്ദേഹം അത് ടച്ച് ചെയ്തു, അതോടൊപ്പം തന്നെ സ്മെല്ല് ചെയ്തു, ഒരു ഉമ്മയും അതിന് നൽകി. കാരണം അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു ഏതെങ്കിലും ഒരു വർഷം എനിക്കത് ലഭിക്കുമെന്നുള്ള. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ആ ഒരു ഓസ്കർ അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം പറയുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് നിയമമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതെപ്പോഴും ആകർഷിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആവട്ടെ, മറ്റു മൈൻഡ് പവർ വീഡിയോസോ അല്ലെങ്കിൽ എന്തു തന്നെ ആവട്ടെ, അതെല്ലാം തന്നെ ഇന്നർ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഈ ജാക്കി ചാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല യൂസ് ചെയ്തത്, അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ അദ്ദേഹം പിന്തുടരുന്നു, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ അദ്ദേഹം പിന്തുടർന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്നർ വർക്കിന് വേണ്ടിയിട്ടാണ്. അതായത് വിശ്വാസം ജനിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഏത് സ്വപ്നമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്വപ്നത്തെ പൂർണ്ണമായ വിശ്വാസത്തോടെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്ക് നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.